എൻ്റെ പൊന്നുമക്കളെ, ഇന്നലെ ഞാൻ കരഞ്ഞുപോയ ഒരു നിമിഷം ഉണ്ടായിരുന്നു. ഞാൻ ദൈവത്തോട് നന്ദി പറഞ്ഞ ഒരു നിമിഷം. സഞ്ജു അവിടെ ദൈവത്തിന് നന്ദി പറഞ്ഞപ്പോൾ അതിനു മുമ്പേ തന്നെ ഞാൻ ദൈവത്തോട് നന്ദി പറഞ്ഞു. കാരണം ഒരു മനുഷ്യനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ച കുറെ എണ്ണമുണ്ട്. നമ്മുടെ കേരളത്തിലുള്ള ജനങ്ങൾ തന്നെ ഈ സഞ്ജു എന്ന മനുഷ്യനെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. അവന് ഇരട്ടപ്പേര് കുഞ്ചു, അവനെ എടുത്ത് പുറത്താക്കുക, അവന്റെ കാലം കഴിഞ്ഞു, അവൻ എന്താണ് കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവന്റെ വീഴ്ചയിൽ അവനൊന്ന് ഫോം ഇല്ലാതിരുന്നപ്പോൾ അവനെ അങ്ങ് ഇല്ലാണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ച നിരവധി ആൾക്കാരുണ്ടായിരുന്നു. കമന്റ് ബോക്സുകളിലായിട്ടും അതോടൊപ്പം തന്നെ ട്രോളുകളായിട്ടും ഒക്കെ അവനെ ഉപദ്രവിച്ചവർ നിരവധി ആൾക്കാരാണ്. എന്നിട്ടും തളരാതെ അവൻ പിടിച്ചു നിന്നു. അവന്റെ കുഴപ്പം കൊണ്ടല്ല, പലപ്പോഴും 11 വർഷമായി സഞ്ജു വന്നിട്ട്, എന്നിട്ട് പോലും സഞ്ജുവിന് പലപ്പോഴായിട്ട് ഇത് കിട്ടിയിട്ടില്ല, ചാൻസുകൾ കിട്ടിയിട്ടില്ല. പലപ്പോഴായിട്ടും ബെഞ്ചുകളിലായിരുന്നു അദ്ദേഹത്തിന്റെ സ്ഥാനം. 60 മാച്ചേ അദ്ദേഹം കളിച്ചിട്ടുള്ളൂ. അദ്ദേഹം സെഞ്ചുറികൾ അടിച്ചിട്ടുണ്ട്. എന്നിട്ടും സെഞ്ചുറി അടിച്ചു കഴിഞ്ഞിട്ടും പിന്നെയും മറ്റുള്ളവർക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ സ്ഥാനം എടുത്ത് അവിടെ തൊട്ട് 1-ാം സ്ഥാനത്തും ഇരുന്നവനെ 3-ാം സ്ഥാനത്തും 8-ാം സ്ഥാനത്തും ഇറക്കാതിരുന്നത് വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതുപോലെ തഴഞ്ഞ ഒരു കളിക്കാരൻ ഇന്ത്യൻ ടീമിൽ വേറെ ഉണ്ടാകില്ല. അതുപോലെ സഞ്ജുവിനെ തഴഞ്ഞിട്ടുണ്ട്. എന്റെ പൊന്നു പ്രേക്ഷകരെ, ഇന്നലത്തെ കളി ഇവർക്കൊക്കെ ഒത്തൊരു മറുപടിയാണ് സഞ്ജു കൊടുത്തിരിക്കുന്നത്. എന്റെ പൊന്നു പ്രേക്ഷകരെ, നമ്മുടെ ഇന്ത്യയെ ഒറ്റയ്ക്ക് നിന്ന് 195 എന്ന് പറയുന്ന റണ്ണിനെ ചേസ് ചെയ്യാൻ വേണ്ടി സഹായിച്ചത് സഞ്ജു മാത്രമാണ്. സഞ്ജു ഇന്ന് എല്ലാവരുടെയും മനസ്സിൽ ഒരു സ്ഥാനം പിടിച്ചു പറ്റി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. എല്ലാ പ്രശസ്തരായിട്ടുള്ള ക്രിക്കറ്റ് കളിക്കാരും അതോടൊപ്പം തന്നെ സിനിമാ നടന്മാരും എല്ലാം ആരാണ് പ്രശംസിക്കാത്തത്? സഞ്ജുവിനെ തള്ളിക്കളഞ്ഞവർ പോലും പ്രശംസിച്ചു. ഈ പറയുന്ന സൂര്യകുമാർ യാദവ് കഴിഞ്ഞ മത്സരത്തിന്റെ അവിടെ പറഞ്ഞത്, ആർക്ക് പകരം കയറ്റണം ഞാൻ സഞ്ജുവിനെ, തിലകിന് പകരമോ അതോ അഭിഷേകിന് പകരമോ എന്ന് ചിരിച്ചുകൊണ്ടിരുന്ന കളിയാക്കി പറഞ്ഞ ഈ പറയുന്ന സൂര്യ ഇന്ന് ഈ പറയുന്ന സഞ്ജുവിന്റെ മുമ്പിൽ തൊപ്പിയെടുത്ത് അങ്ങ് വണങ്ങി, അതായത് തല കുനിച്ചു എന്നുള്ളതാണ്. ആരാണ് തല കുനിക്കാതിരുന്നത്? ഇന്ത്യൻ ക്രിക്കറ്റ് മൊത്തം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കളി തോറ്റാൽ, ഇതൊരു നോക്കൌട്ട് മത്സരമാണ്, ഇത് തോറ്റാൽ ഡു ആൻഡ് ഡൈ എന്ന് പറയുന്ന ഒരു പോലെയാണ്. ഇത് തോറ്റാൽ പുറത്ത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു രക്ഷകനായിട്ട് സഞ്ജു അവതരിച്ചത്. ആദ്യം മുതലേ അവസാനം വരെ സഞ്ജുവിന്റെ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 കളിയായിരുന്നു മക്കളെ. രോമാഞ്ചം വരുന്ന കളിയായിരുന്നു. ആദ്യം സത്യം പറയാമല്ലോ, ഞാൻ ഈ സഞ്ജുവിന്റെ ബാറ്റിംഗ് തുടങ്ങുമ്പോൾ സഞ്ജു അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഞാൻ ഈ ടിവിയുടെ മുമ്പിൽ നിന്ന്, ഞാൻ കമ്പ്യൂട്ടറിന് മുമ്പിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഞാൻ പോയിട്ട് അവിടെ പോയി ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് എടുത്തു വെച്ചു. കുറച്ച് ബോളൊക്കെ ഒന്ന് അടിച്ചിട്ട് വന്ന് പിന്നെ കാണാമെന്ന്. കാരണം എനിക്ക് ടെൻഷനാണ്. ഞാൻ കഴിഞ്ഞ കളിയൊക്കെ കണ്ടപ്പോൾ ടെൻഷൻ മൂലം ആണ് കളി കണ്ടത്. ഞാൻ പണ്ട് സച്ചിന്റെ കളി മാത്രമേ ഇത്ര ടെൻഷനിൽ കണ്ടിട്ടുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കാണുന്നത് ഈ പറയുന്ന സഞ്ജുവിന്റെ കളിയാണ്. പണ്ട് സച്ചിനൊക്കെ ഔട്ടായി കഴിഞ്ഞാൽ ഞാൻ പിന്നെ ടി വി കാണാനേ പോകത്തില്ല. അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. എനിക്ക് അത്രമാത്രം ഒരു ഇഷ്ടമായിരുന്നു ഈ പറയുന്ന സച്ചിനോട്. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് സഞ്ജുവിനോടും. സഞ്ജുവിനെ വിമർശിക്കുമ്പോഴൊക്കെ എനിക്ക് വളരെയധികം വിഷമം തോന്നിയിട്ടുണ്ട്. സഞ്ജുവിനെ കിഞ്ചു എന്നും കൊഞ്ചു എന്നും അവനെ പല രീതിയിൽ കളിയാക്കുന്നത് കണ്ടിട്ട് എനിക്ക് വളരെയധികം വിഷമം തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇന്നലെ അവനിനി ഔട്ടായി പോകുമോ, ഇത്ര റണ്ണ് ചേസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ എനിക്കൊരു പേടിയായിരുന്നു. കാരണം ഡെക്കി വല്ലതും പോകുമോ, ഔട്ടായി പോകുമോ, അവന്റെ ചാൻസ് നഷ്ടപ്പെടുമോ? അവന് നിർണായകമായ ഒരു ചാൻസ് ഇത് തന്നെയായിരുന്നു, ഒരു കളി തന്നെയായിരുന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ കളി കാണാതെ ഞാൻ അപ്പുറത്ത് പോയി ഇരിക്കുകയാണ്. കളി ഇവിടെ വെച്ചേക്കുവാണ്, സൗണ്ട് കൂട്ടി വെച്ചിരിക്കുക. എന്നിട്ട് ഞാൻ അവിടെ പോയി ഫുഡ് കഴിക്കുകയാണ്. ഇങ്ങോട്ട് വരുന്നില്ല, വരാതിരിക്കുക. അപ്പൊ എന്നിട്ട് പിന്നെ ഞാൻ ഇച്ചിരി നേരം കഴിഞ്ഞിട്ടൊന്ന് വന്ന് നോക്കിയപ്പം സഞ്ജുവിന് ഇതുവരെയായിട്ട് സ്ട്രൈക്ക് കിട്ടിയിട്ടില്ല. അഭിഷേകാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെയും പോയി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പം സഞ്ജു ഒന്ന് നില ഉറപ്പിച്ചു. 2 6 ഒരു 4 ഒക്കെ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേന് 20 ഇനിയും കുഴപ്പമില്ല, ഇനിയിപ്പോ സഞ്ജു ഔട്ടായാലും എനിക്ക് വിഷയമില്ല എന്ന രീതിയിലേക്ക് ഞാൻ എത്തി. അത് കഴിഞ്ഞ് സഞ്ജുവിന്റെ ഓരോ കളിയും എന്റെ പൊന്നട മോനെ നല്ല കളിയായിരുന്നു. രോഹിത്തിനെ പോലെ തുടങ്ങി, കോഹ്ലിയെ പോലെ കസറി, ഫിനിഷറായ നമ്മുടെ ധോനിയെ പോലെ കിടിലം ഫിനിഷിങ് ചെയ്ത് സഞ്ജു എന്ന് പറയുന്ന മലയാളി താരം എല്ലാവരുടെയും മനസ്സിൽ ഇടം നേടി എന്നുള്ളതാണ്. ആദ്യം ഇന്ത്യയുടെ ചേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റവും വലിയൊരു ചേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 173 റണ്ണാണ്. അന്ന് ചേസിംഗിലെ ഏറ്റവും കൂടുതൽ വ്യക്തിഗത സ്കോർ നേടിയത് വിരാട് കോഹ്ലിയാണ്, 82 റണ്ണ്. എന്നാൽ ഇന്ന് സഞ്ജു സാംസൺ 97 റണ്ണാണ് എടുത്തത്. ഒറ്റയാൾ പോരാട്ടം. 50 ബോളിൽ അദ്ദേഹം എടുത്തു. 12 4-ഉം 4 6-ഉം അദ്ദേഹം അടിച്ചു. നല്ല കളി തന്നെയായിരുന്നു. അഭിഷേക് ശർമ്മ വീണു, ഇഷാൻ കിഷൻ വീണു. അത് കഴിഞ്ഞ് സൂര്യകുമാറിന്റെ കൂടെ കുറച്ച് പാർട്ണർഷിപ്പ് ഈ പറയുന്ന സഞ്ജു ബിൽഡ് ചെയ്തു. അത് കഴിഞ്ഞ് വന്ന തിലക് വർമ്മ അടിപൊളിയായിട്ട് കളിച്ചു. തിലക് വർമ്മയുടെ കാര്യം പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ കളിച്ചു. പ്രഷർ കുറച്ചുകൂടെ കുറയ്ക്കാനായിട്ട് അദ്ദേഹത്തിന് പറ്റിയെന്നുള്ളതാണ്. അത് കഴിഞ്ഞ് വന്ന നമ്മുടെ ഹാർദിക് പാണ്ഡ്യ
വലിയ രീതിയിൽ കളിച്ചു കൊണ്ടുപോകാൻ പറ്റിയില്ല എങ്കിലും അദ്ദേഹത്തിന്റെ റോള് ചെയ്തു. അത് കഴിഞ്ഞ് ശിവൻ ദൂബ വന്നു, ശിവൻ ദൂബയും ചെയ്തു. എന്നാൽ ഇവിടെ എല്ലാം നോക്കുകയാണെങ്കിൽ ടോപ്പ് സ്കോറും ഇന്ത്യയെ വിജയത്തിലേക്ക് കൊണ്ടെത്തിച്ചതും ഇന്ത്യക്ക് സെമി ഫൈനൽ എന്ന് പറയുന്ന ഒരു ലക്ഷ്യം കാണാൻ സാധിച്ചതും സഞ്ജു എന്ന് പറയുന്ന നമ്മുടെ പയ്യൻ ചേട്ടൻ വന്നല്ലോ, അടിച്ച് പൊളിക്കാൻ വന്നല്ലോ. ഈ കുറ്റം പറഞ്ഞവരുടെ മുമ്പിലെല്ലാം സഞ്ജു സാംസൺ എന്ന് പറയാൻ, അല്ലെങ്കിൽ സഞ്ജു സാംസൺ എന്ന് പറയുന്ന നമ്മുടെ ചെറുക്കന്റെ, നമ്മുടെ മലയാളി പയ്യന്റെ പേര് എല്ലാവരും അങ്ങ് പറയുകയാണ്. എവിടൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്? എല്ലാ രാജ്യത്തും ഇരുന്നുകൊണ്ട് ആൾക്കാർ വീഡിയോ ചെയ്യുകയാണ്. സഞ്ജു എന്ന് പറയുന്ന മനുഷ്യൻ ഇത്ര നല്ലൊരു കളിക്കാരനായിരുന്നു, ഇവനെ എന്തിന് തഴഞ്ഞു എന്നാണ് ആൾക്കാർ ചോദിക്കുന്നത്. ഇവനെ തഴഞ്ഞു മറ്റുള്ളവർക്ക് വേണ്ടി ഇവനെ തഴഞ്ഞു കൊണ്ടിട്ടു. എന്നാൽ അവിടെ നിന്നെല്ലാം ഉയർന്നു വന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ സഞ്ജുവാണ്. സഞ്ജു പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് പലപ്പോഴായിട്ട് ഉയർച്ച താഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്, എന്നിൽ തന്നെ എനിക്ക് വിശ്വാസമില്ലാത്ത അവസ്ഥകൾ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എന്നാൽ ഇതെന്റെ വിലപ്പെട്ട നിമിഷമാണ്, എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ദിവസമാണ്, ഈ ഒരു ദിവസത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നതെന്ന് സഞ്ജു പറഞ്ഞു. അവിടെ സഞ്ജു ഈ പറയുന്ന ഹെൽമെറ്റ്, അത് ലാസ്റ്റിലെ ആ ഒരു ഫിനിഷിംഗ് റോളിൽ ഒരു 6 അടിച്ച് അടുത്ത ബോൾ ഒരു 4 അടിച്ചിട്ട് സഞ്ജു അവിടെ മുട്ടുകുത്തി ഹെൽമെറ്റ് എടുത്ത് എറിഞ്ഞ് ബാറ്റ് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ദൈവത്തെ ഒരു നന്ദി പറയുന്ന ഒരു ഇതുണ്ടായിരുന്നു. എന്റെ പൊന്നെ, ഇത് നമ്മൾ മനസ്സിലാക്കണം. സഞ്ജുവിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കുറെ പാഠങ്ങളുണ്ട്. എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നാലും, ആരൊക്കെ നമ്മളെ തള്ളിക്കളഞ്ഞാലും, എന്തൊക്കെ വന്നെന്ന് പറഞ്ഞാലും, നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രയത്നമുണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും എത്താൻ പറ്റും. എല്ലാവരും നമ്മളെ തേടിയെത്തും. അതിനൊരു ഉദാഹരണമാണ് സഞ്ജുവിന്റെ ആ ഒരു ഇന്നിങ്സ്. സത്യം പറയാമല്ലോ, ഞാൻ എൻ്റെ പ്രാർത്ഥനയിലൊക്കെ ഞാൻ എപ്പോഴും പറയും, സഞ്ജു എന്ന് പറയുന്ന വ്യക്തിയെ കുഞ്ചു എന്ന് പറഞ്ഞ് കളിയാക്കിയവര്, അവനെ എടുത്ത് ട്രോളിയവര്, ഇവൻ എന്താണ് കളിച്ചത്? ഇവൻ നബീബിക്കെതിരെ കളിച്ചപ്പോൾ അത് കുഞ്ഞു ടീമല്ലേ? സിംബാബ്വെക്കെതിരെ ഈ 15 ബോളിൽ 25 എടുത്തപ്പോൾ അത് കുഞ്ഞു ടീമല്ലേ? 8 ബോളിൽ 22 അടിച്ചപ്പോൾ അത് കുഞ്ഞു ടീമല്ലേ? എന്നൊക്കെ പറഞ്ഞ് ഇവൻ എന്ത് കളിച്ചു? എന്തെങ്കിലും വ്യക്തിഗത സ്കോർ ഇവനുണ്ടോ? ഇവൻ എന്തെങ്കിലും ഇന്ത്യക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടോ? തിലക് അങ്ങനെയല്ല, ഇവൻ അങ്ങനെയല്ല, അതവൻ അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സഞ്ജുവിനെ എന്തൊക്കെ പറഞ്ഞു. എന്നാൽ ഇന്ന് ഇന്ത്യ മൊത്തം എത്ര കോടി ജനങ്ങൾ അവരെല്ലാം ഉറ്റുനോക്കിയ ഒരു മത്സരം, അവരെല്ലാം ഉറ്റുനോക്കിയ ഒരു മത്സരത്തിൽ എന്താ പറയുക, ഒരു കാട്ടുതീ പോലെ ഉയർന്ന് അവിടെ നിന്ന് പൊരുതി എന്നുള്ളതാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതാണ് സഞ്ജു. പലപ്പോഴായിട്ട് തള്ളിക്കളഞ്ഞവരുടെ മുമ്പിൽ സഞ്ജു എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ചിറകിൽ കയറിക്കൊണ്ടാണ് ഇന്ന് ഇന്ത്യ സെമി ഫൈനൽ എന്ന് പറയുന്ന ആ ഒരു സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. ഇല്ലായിരുന്നുവെങ്കിൽ, സഞ്ജു കളിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഇന്ത്യ വീട്ടിൽ പോയിരുന്നേനെ. സത്യമായിട്ട് നടക്കുന്ന ഒരു കാര്യമായിരുന്നു. എന്നാൽ അതിന് പോകാതെ സഞ്ജുവിൻ്റെതായിട്ടുള്ള എന്ത് ഷോട്ടുകളാണ് സഞ്ജു കളിച്ചത്. അടിപൊളി ഷോട്ടുകൾ. എപ്പോഴും സഞ്ജുവിൽ ഒരു അഗ്രസീവാണ് നമ്മൾ കാണുന്നതെങ്കിൽ ഇത് ക്ലാസിക് ഷോട്ടുകൾ. എന്റെ പൊന്നടവേ, എന്നാ കിടുക്കാച്ചി കളി. സഞ്ജു, നീ സൂപ്പറടാ, നീ പൊളിയാടാ. നിന്നെ പുകഴ്ത്തിക്കൊണ്ട് എത്ര പേരെത്തുന്നുണ്ട്. നിന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറച്ചു പേര് മാത്രമേ ഉള്ളായിരുന്നു. നിന്നെ വിമർശിക്കുന്നവര് ഉണ്ടായിരുന്നു ആൾക്കാര്. നിന്റെ വീഴ്ചയിൽ സന്തോഷിച്ചവർ നിരവധി ആൾക്കാരാണ്. എങ്കിൽ ഇപ്പോൾ നിന്നെ ചേർത്ത് പിടിക്കുന്നവരാണ് ഈ ലോകത്തുള്ളവരെല്ലാവരും. ആ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് നിന്നെ ദൈവം ഒരുക്കി വെച്ചത്. ദൈവം നിനക്ക് ഈ ഒരു അവസരം തരാൻ വേണ്ടിയായിരുന്നു സഞ്ജു ഇതല്ല. അതുകൊണ്ട് തന്നെ നീ ഒരിക്കലും ഒന്നിനെ കുറിച്ചും ഭാരപ്പെടണ്ട, മുന്നോട്ട് തന്നെ പോവുക, നിനക്ക് വിജയം ഉറപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും മസ്റ്റാങ് വേണ്ടി അടുത്തൊരു വീഡിയോ കാണുന്നവരിക്കും എല്ലാവർക്കും